MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റിയായ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും വടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്നും മാറേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഇനി 4 കാശ്മീരി മുളകും 1 വറ്റൽമുളകും 7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 7 എണ്ണം ഇട്ടത്. വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാകും. ഇതിലേക്ക് ഇനി 20 ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. നല്ല പഴുത്ത തക്കാളി വേണം ചേർക്കാൻ. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് നല്ലത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തക്കാളി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചൂടാറി വരട്ടെ. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ക്യാരറ്റ് ചേർക്കാതിരിക്കരുത്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ട് അരക്കണം. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർക്കാം. 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ടൊമാറ്റോ ചട്നി തയ്യാറായി. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഇത് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായി കഴിക്കാം. വളരെ ടേസ്റ്റിയായ ഈ ചട്നി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിത് മസാല ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.